ഇതാ ഡൽഹിയിൽ നിന്നും ഏറ്റവും നിർണായകമായ ഒരു വാർത്ത വരുന്നു. കർമ്മ ബ്രേക്കിംഗ് ന്യൂസ്. ഇതാ നുഴഞ്ഞുകയറ്റക്കാരുടെ മർമ്മം നോക്കി പ്രഹരിച്ച ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നിയമവിരുദ്ധമായി കള്ളത്തരത്തിൽ നമ്മുടെ അതിർത്തികൾ ലംഘിച്ച് ഇവിടെ വരുന്നവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കണമോ? ഇതാണ് ചീഫ് ജസ്റ്റിസ് ഇന്നുയർത്തിയ ഏറ്റവും സുപ്രധാനമായ ചോദ്യം. തൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. ഇവരുടെ ക്ഷേമം നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണോ? രാജ്യത്തെ പോലീസിന്റെ, കോടതികളുടെ, ജനത്തിന്റെ പണം വെറുതെ കളയണോ എന്ന രീതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ഉജ്ജ്വലമായ പ്രതികരണം. വിഷയം മറ്റൊന്നുമല്ല, ഇതാണ്. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ സുരക്ഷാ സൈന്യം പിടികൂടിയ 5 റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കാണാനില്ല. കസ്റ്റഡിയിൽ നിന്നും അപ്രത്യക്ഷമായി ഇവർ. കാണാതായ 5 റോഹിംഗ്യകളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയിലാണ് അതിരൂക്ഷമായ വിമർശനവുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരക്കാർക്ക് എന്തിന് ചുവപ്പ് പരവതാനി വിരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നു. നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച ഒരാളെ രാജ്യത്ത് നിലനിർത്താൻ സംസ്ഥാനത്തിന് എന്ത് അധികാരമാണുള്ളത്, ബാധ്യതയാണുള്ളത് എന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നു. നിയമപരമായ ഒരു പ്രക്രിയയിലൂടെ ഇവരെയൊക്കെ നാടുകടത്തുകയാണ് ചെയ്യേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. നിയമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ നുഴഞ്ഞുകയറ്റക്കാർ ആദ്യം നമ്മുടെ അതിരുകൾ ലംഘിച്ച് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കടക്കുന്നു. ഇത്തരത്തിലുള്ള ശത്രുക്കളെ തടയാനും അന്യരാജ്യക്കാരെ രാജ്യത്ത് കയറ്റുന്നത് തടയാനുമുള്ള നമ്മുടെ അതിർത്തികളിലെ വേലിയും കിടങ്ങും സമുദ്രവും കള്ളത്തരത്തിൽ ഇവർ ചാടിക്കടന്നു വരുന്നു. ഇന്ത്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമം ഞങ്ങൾക്ക് ബാധകമാണെന്ന് ഇവർ ഉറച്ചു പറയുന്നു. ഇന്ത്യയിലെ റേഷനും സൗജന്യ ആഹാരത്തിനും മക്കൾക്കുള്ള ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും അർഹതയുണ്ടെന്നും ഇവർ പറയുന്നു. ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന നിയമങ്ങൾ ഒഴിവാക്കി മാറ്റം കൊണ്ടുവരണം. തുടക്കത്തിലെ നയം പറഞ്ഞ് വൈറലായി പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. എന്തായാലും ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളും കൈയടിക്കുകയാണ് പുതിയ ചീഫ് ജസ്റ്റിസിന്. ആശങ്കയുണ്ടായിരുന്നു ഇതുവരെ. കാരണം രാജ്യത്ത് 5 മുതൽ 7 കോടി വരെ അനധികൃതമായി കടന്നു വന്നവർ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാർ അനുഭവിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവർ രാജ്യത്തെ പാവങ്ങൾക്ക് നൽകുന്ന റേഷനും ആഹാരവും വെള്ളവും പാർപ്പിടവും ചികിത്സയും തട്ടിയെടുക്കുന്നു. അവർ മനുഷ്യത്വം പറഞ്ഞും നിയമം പറഞ്ഞും വാദം നിരത്തി ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. രാജ്യത്തെ പരമോന്നത ന്യായാധിപൻ വടിയെടുത്തതോടെ ഇനി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വാർത്തകളാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. രാജ്യം ഏറെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാൽ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ വാർത്തയൊന്നും വാർത്തയേ അല്ല. കർമ്മ ന്യൂസാണ് ഏറ്റവും ആധികാരികമായി ഈ വാർത്ത മലയാളത്തിൽ പുറത്തുവിട്ടത്. മലയാളികൾ അറിയേണ്ട വാർത്തയാണ് എന്ന് കർമ്മ ആ ഉത്തരവാദിത്വത്തോടു കൂടി ആ പത്രധർമ്മം ഏറ്റെടുത്തുകൊണ്ട് കർമ്മ ഈ വാർത്ത മലയാളികൾക്കായി സമർപ്പിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് വാർത്ത? ഇവിടെ ഒരു MLA-യുടെ പെണ്ണ് കേസ്, ഇവിടെ രാഷ്ട്രീയ നേതാവിൻ്റെ പീഡന പരമ്പരകൾ, ആ പീഡന പരമ്പരകൾക്ക് പുറകെയാണ്, അതിലെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾക്ക് പുറകെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ പോകുന്നത്. ഇത്രയും നിർണായകമായ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾക്ക് എന്തിനാണ് സംസ്ഥാനങ്ങൾ അംഗീകാരം കൊടുക്കുന്നത്? എന്തിനാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്? എന്തിനാണ് രാജ്യത്തെ പാവപ്പെട്ട ഇന്ത്യൻ പൗരന്മാർ അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത്? ഇവരെ എന്തുകൊണ്ട് നിയമപരമായി നിങ്ങൾക്ക് പുറത്താക്കിക്കൂടാ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ പ്രധാനിയാണ് ചോദിക്കുന്നത്. ഇതാണ് കുറെ കാലങ്ങളായി ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണകൂടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SIR നടപ്പാക്കുന്നത് പോലും കൃത്യമായ രീതിയിലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വേണ്ടിയാണ്. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നു. എന്തൊക്കെയായിരുന്നു ഇവിടെ ഹാലിളകിയ ഇടതു വലതുമാർ ചെയ്തു കൂട്ടിയത്? ഡൽഹിയിലടക്കം മറ്റ് പ്രദേശങ്ങളിലടക്കം തീവ്ര മുസ്ലിങ്ങൾ വലിയ കലാപങ്ങൾക്ക് ശ്രമം നടത്തിയില്ലേ? അതെന്താണ് ഈ കേരളത്തിൽ ഇന്ന് ഈ രാജ്യത്തെ കോൺഗ്രസും ഈ രാജ്യത്തെ ഇടതുപക്ഷവും എടുത്ത നിലപാട്? ഈ തീവ്രവാദി ചിന്താഗതിക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എന്തായിരുന്നു പൗരത്വ ഭേദഗതി നിയമം?
വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് പോയി ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന അവിടുത്തെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ഹിന്ദു, സിഖ്, ജൈന, ക്രൈസ്തവ ജനതയ്ക്ക് ഇന്ത്യയിൽ അവകാശം കൊടുക്കുന്നു. ആ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർ, ആ രാജ്യങ്ങളിൽ നിന്ന് എല്ലാം വിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നവർ, അവർക്ക് ഇന്ത്യയുടെ പൗരത്വം കൊടുക്കുക എന്നതാണ് നിയമം. അതിൽ ആർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു? ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, ആ രാജ്യങ്ങളിലൊക്കെ ഉള്ള ബഹുഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. പല തീവ്രവാദ പ്രവർത്തനങ്ങളിലും പല കൊടും കുറ്റകൃത്യങ്ങളിലും ഇവർ പങ്കാളികളാണ്. അവർക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചിലത് വാദിക്കുന്നത്. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി ഏറ്റവും ശക്തമായ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തിനാണ് രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയ ആളുകൾക്ക് നമ്മുടെ പൗരന്മാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്? എന്തിനാണ് അവരെ നമ്മൾ നമ്മുടേതാക്കി എല്ലാ നിയമങ്ങളുടെയും അധീനതയിലാക്കുന്നത്? അവരെ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് അവരെ രാജ്യത്തിന് പുറത്താക്കുകയല്ലേ വേണ്ടത്? ഏറ്റവും സുപ്രധാനമായ ചോദ്യം സുപ്രീം കോടതി ഉന്നയിക്കുന്നുണ്ട്. ഇതിനപ്പുറം മറ്റൊരു ചോദ്യമില്ല. എന്തായാലും ഇനിയുള്ള കാലം ഇന്ത്യ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരിക്കും രാജ്യത്തെ SIR നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ പാർലമെന്റിൽ വലിയ ബഹളം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം ഈ പാർലമെന്റിനെ തന്നെ സ്തംഭിപ്പിക്കുകയാണ്. SIR എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തിന് എതിരായി ആ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത്, എന്തിനാണ് ഇന്ത്യക്കകത്ത് നുഴഞ്ഞു കയറിയവർക്ക് ചുവപ്പ് പരവതാനി വിധിക്കുന്നത്? അവരെ നിയമപരമായി പരിശോധിച്ച് രാജ്യത്തിന് പുറത്താക്കുകയല്ലേ വേണ്ടത്? അവർക്ക് വേണ്ടി എന്തിനാണ് ഇന്ത്യയിലെ പൗരന്മാർ അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കുന്നത്? ഇതാണ് ചോദ്യം. എന്തായാലും SIR നമുക്കറിയാം, ബീഹാറിൽ SIR നടപ്പിലാക്കിയതുകൂടി പുറത്തുപോയത് 60 ലക്ഷം വോട്ടർമാരാണ്. അടുത്തത് മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളാണ്. 1.5 കോടി വോട്ടർമാർ അവിടെ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്ക്. ഈ കള്ള വോട്ടർമാരുടെ കള്ള ആധാർ കാർഡിലൂടെ ആണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കക്ഷികളൊക്കെ തന്നെ, ഈ മുന്നണികളൊക്കെ തന്നെ അധികാരത്തിലേക്ക് എത്തിയത്. എന്തായാലും തിരിച്ചടി ഉറപ്പാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ചാട്ടവാറെടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ നീതിപീഠത്തിൻ്റെ പരമോന്നതൻ ചാട്ടവാറെടുത്ത് നിയമം നടപ്പാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത.